നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ലൈഫാണ്. ആ ഒരു ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു സമയത്ത് അവർ ഒരുപാട് അവർക്ക് സങ്കടം ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒത്തിരി അകൽച്ചയിലോട്ട് പോകുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ഒത്തിരി ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിൽ ഏത് രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടായിരുന്നാലും ഈ റിലേഷൻഷിപ്പ് പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നുണ്ട്. അത്രമാത്രം, അതായത് ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത്രയും ഒരു ഇന്റൻസ് ഡിസയർ ആണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഏത് രീതിയിലായിരുന്നാലും എത്ര സ്ട്രഗിൾ ചെയ്തിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ എത്ര റിസ്കുകൾ എടുത്തിരുന്നിട്ടായിരുന്നാലും അതിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യും. നിങ്ങളെ നേടിയെടുക്കുന്ന അതുവരെ അവർ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, നിങ്ങളോട് തുറന്നു പറയാൻ ഒത്തിരി കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, യെസ്, അതായത് അവർക്ക് ഒരുപാട് ലോസ് ഫീലിംഗ് ആണ്, ഇമോഷണൽ ലോസ് അവർക്ക് തോന്നുന്നുണ്ട്. ഓരോ നിമിഷവും അവർക്ക് നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ലൈഫിൽ അവരുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാനോ ഒന്നിനും കഴിയുന്നില്ല. അത്രമാത്രം ഈ ഡിസ്റ്റൻസ് ആ വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മേ ബി ഇത് നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവാം. പക്ഷെ ഇപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ അവരെടുക്കാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ എത്ര ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും ഈ ഒരു സ്റ്റക്നെസ് മാറിയിട്ട് അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവണം, ഒരു മോഷൻ ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുകയാണ്. അതായത് വളരെയധികം സ്റ്റക്നെസ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എത്ര വിദൂരത്തായിരുന്നാലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കാണാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം. പക്ഷെ നേരിട്ട് കാണാൻ കഴിയാത്തതിൽ ഒത്തിരി നിങ്ങൾ രണ്ടുപേരും സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്നതും ആ ഒരു കാര്യം ചിന്തിക്കുന്നതും ഇപ്രകാരമാണ്: നിങ്ങൾ തമ്മിൽ ആ ഒരു കോണ്ടാക്റ്റിൽ വരണം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ആക്ഷനാണ് അവര് എടുക്കാനായിട്ട് ചിന്തിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മനസ്സിലുണ്ട്. അതായത് എന്ത് ആക്ഷൻ എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. തന്നെ അവരുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ, നിങ്ങളുടെ അരികിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ അവരൊരു ഒരു എന്താണ് ഒരു കാര്യം, റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ അവർ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവർക്ക് ഒരുപാട് പേരുടെ എന്താണ് ഇന്റർഫിയറൻസ് ഉണ്ടാവാം. ഒരുപാട് പേര് അവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെ തടസ്സപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും അവർ കേൾക്കുന്നില്ല. മേ ബി ഇതിലൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈ വ്യക്തി അവഗണിക്കുകയാണ്. അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്കുള്ള ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ആക്ഷൻ അവർ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഫാമിലി സപ്പോർട്ട് വളരെ കുറവായിരിക്കാം. അതുപോലെ തന്നെയുള്ള വളരെ വലുതായിട്ടുള്ള തന്നെ ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഈ വ്യക്തി തീർത്തും അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് ഉള്ള കമ്മിറ്റ്മെന്റ്സ് നിങ്ങളോട് നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. അത്രമാത്രം ഒരു
പ്രതീക്ഷ ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പിലുണ്ട്. അവരുടെ ഡിസിഷൻ വളരെ സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ലോസ് ഫീലിംഗ് തോന്നുന്നുണ്ട്. അത്രമാത്രം ഒരു ഹൃദയവേദന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും എന്ന് അവർക്ക് ഒരു വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞ് അവരുടെ ആ ഒരു ഹൃദയവേദന അവരകറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോസ് ഫീലിംഗ് ഒക്കെ കൊണ്ട് അവരൊരുപാട് സപ്രഷനിലാണ്, ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണം. ആ ഒരു ഡിസിഷനാണ് അവരെടുക്കുന്നത്. ഓക്കെ. യെസ്, അവർക്ക് ഈ ഒരു പ്രണയത്തിന്റെ ഓർമ്മകൾ അവരെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷവും അവരിപ്പോ ഓരോരോ അവര് ഓർത്തെടുക്കുന്നുണ്ട്. അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്, അവര് ഓരോ സമയത്തും അവരുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളിലും അവർ പരാജയപ്പെട്ടു പോകുന്നു. ലൈഫിലെ എല്ലാ കാര്യത്തിലും എല്ലാ ദിശകളിലും അവർ പരാജയപ്പെടുന്നു എന്നുള്ളൊരു ഫീലിങ്സ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങളെന്ന് പറയുന്ന വെളിച്ചം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ എല്ലാ കാര്യങ്ങളിലും അവർ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളെ നഷ്ടമായി പോയ സമയം മുതൽ അവർക്ക് അവരുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലോസ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാ പരാജയങ്ങളും സംഭവിച്ചു പോയി എന്നുള്ള ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണം എന്നവര് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഐ ഓൾവേസ് വാണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു. ഓക്കെ. അത്രമാത്രം നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി, കുട്ടികളൊക്കെ അവർ സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ. ഐ കാൺ റെസിസ്റ്റ് എനി മോർ. ഇനി ഒട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. യെസ്, ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു വോയിസ് കേൾക്കാനെങ്കിലും അവർക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഒരു വോയിസ്, നിങ്ങളുടെ ചെറിയൊരു സംഭാഷണം ഉണ്ടായാലും നിങ്ങളുടെ ആ വോയിസ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സംസാരം മേ ബി ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ.